മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കു ആണെങ്കിൽ മഹാലക്ഷ്മിയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇയാൾ എത്ര പ്രാവശ്യമാണ് ഞാൻ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ തന്നിട്ട് ഇയാളെ കിട്ടുന്നില്ലല്ലോ, എന്താ നമ്പർ, എന്താ പേര്, എനിക്കൊന്ന് നേരിൽ കാണണമെന്നെല്ലാം മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, അതിനുള്ള സമയമായിട്ടില്ല, അതിനുള്ള സമയമാകുമ്പോൾ ഞാൻ തന്നെ നേരിൽ വന്നോളാം. കണ്ണൻ സാറിനെ കൊല്ലാനുള്ള കൊട്ടേഷനായിരുന്നു പ്രതാപനും വാമനും കൂടെ എന്നെ ഏൽപ്പിച്ചത്. അത് നിങ്ങളെ എനിക്ക് രക്ഷിക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ അവർക്കുള്ള പണി നന്നായിട്ട് എന്നെ കൊടുത്തത്. അതുപോലെ ഇതൊരു കേസാവുകയാണെങ്കിൽ എന്നെ അതിൽ നിന്ന് രക്ഷിക്കണമെന്നും കണ്ണൻ സാറിനോട് പറയണമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനും മാർക്കോൻ്റെ കൂടെയുണ്ട്, ഏത് കേസിൽപ്പെട്ടാലും ഞങ്ങൾ നിന്നെ രക്ഷിച്ചു കൊണ്ടുതന്നെ വരും. എനിക്കിപ്പോൾ ആകെ ഒരു ആഗ്രഹം തന്നെ ഒന്ന് നേരിൽ കാണണം എന്നുള്ളത് തന്നെയാണ്. അതാണ് ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ ആവശ്യമെന്നെല്ലാം മഹാലക്ഷ്മി അറിയിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി പ്രതാപനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതിന് നിങ്ങൾക്ക് ദൈവം തന്ന തക്ക ശിക്ഷയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണക്കിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ഡിസ്ചാർജ് ആയിട്ട് എനിക്ക് നിങ്ങളൊന്ന് നേരിൽ കാണണം, എൻ്റെ പവർ എന്താണെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് അപ്പോൾ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടിരിക്കുന്ന കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് താൻ എൻ്റെ ഭാര്യ ആയത്, നമ്മളോട് പ്രതികരിക്കാൻ വന്നവരോട് നമ്മൾ എതിർത്ത് തന്നെ ശക്തമായിട്ട് നിൽക്കണം, ഇത് ഇങ്ങനെ തന്നെ എല്ലാവരോടും വേണമെന്നും പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ഡിസ്ചാർജ് സമയത്ത് എന്തായാലും എനിക്ക് പ്രതാപൻ്റെ അരികത്ത് എത്തണമെന്ന് കണ്ണൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അതനുസരിച്ച് ഡിസ്ചാർജ് സമയത്ത് പ്രതാപൻ്റെ അടുത്തേക്ക് കണ്ണൻ എത്തുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും വീൽ ചെയറിൽ ഇരിക്കുകയാണ്. അപ്പോൾ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് വീൽ ചെയറിലുള്ള യാത്ര, നല്ല സുഖമായ യാത്രയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന പ്രതാപനാകെ മനസ്സുകൊണ്ട് ദേഷ്യം വരുന്നുണ്ട്. കണ്ണൻ പറയുന്നു, ഇപ്പോൾ ദൈവമുണ്ടെന്ന് മനസ്സിലായില്ലേ, ഇത് തന്നെയാണ് ഒരാൾ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങും, അത് മനസ്സിലാക്കണം. ഇനിയും ഇതുപോലെ എന്നെ കൊല്ലണം എന്നൊക്കെ തോന്നുമ്പോൾ കൊട്ടേഷൻ ഏൽപ്പിച്ചാൽ മതി, അപ്പോൾ ഇതുപോലെ ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ ഇരുന്ന് നിരങ്ങാമെന്നെല്ലാം പറയുമ്പോൾ നീ എന്നെ പരിഹസിക്കാനോടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് പ്രതാപൻ കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട്. അത് തനിക്ക് മനസ്സിലായല്ലോ, പിന്നെ വീണ്ടും വീണ്ടും എന്തിനോട് എന്നോട് തിരിച്ച് ചോദിക്കുന്നതെന്നും കണ്ണൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്നും ഞാൻ ഈ വീൽ ചെയറിലൊന്നും ഇരിക്കുന്നില്ല, എനിക്കൊരു ദിവസം ഉണ്ടടാ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ഇതെല്ലാം കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.